ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു നല്ല ഈവനിങ് സ്നാക്കായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ചെയ്തെടുക്കാൻ വളരെ ഈസിയാണ്. പക്ഷേ ഇത് കുറേ ദിവസം എടുത്ത് വെക്കുകയും ചെയ്യാം. നമുക്കിപ്പോൾ ഒരു മാസമൊക്കെ ഫ്രിഡ്ജിലാണ് വെക്കണമെങ്കിൽ നമ്മൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ നമുക്ക് വേഗം റെസിപ്പിയിലേക്ക് പോയാലോ. നമുക്ക് ആദ്യം വേണ്ടത് മൈദയാണ്. മൈദ ഒരു 1.5 കപ്പ് മൈദയിലാണ് ഞാനിത് ചെയ്തെടുക്കുന്നത്. ഇതാണ് നമുക്ക് ബേസായിട്ട് വേണ്ടത്. പിന്നെ ഫില്ലിങ്ങിന് ആവശ്യമുള്ളതാണ് ഈ തേങ്ങ. പിന്നെ നട്ട്സ് നമുക്ക് ഇഷ്ടമുള്ളത് എന്ത് വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ കുറച്ച് ബദാം, കാഷ്യൂനട്ട്, കടലയുമാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് കിസ്മിസ്, മുന്തിരി, കുറച്ച് ഡേറ്റ്സ്, പിന്നെ മധുരത്തിന് ആവശ്യമായ ശർക്കരയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് പഞ്ചസാരയാണ് ഇഷ്ടമെങ്കിൽ പഞ്ചസാര എടുക്കാം. പിന്നെ നെയ്യ്, പിന്നെ ഒരു നുള്ളുപ്പ്. ഇത്രയും സാധനങ്ങളാണ് നമുക്കിതിന് ആവശ്യമുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ബേസ് ഉണ്ടാക്കിയെടുത്താലോ. 1.5 കപ്പ് മൈദ, 2 ടേബിൾ സ്പൂൺ നെയ്യ്, 1/4 സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നെയ്യും ഉപ്പും എല്ലാവിടെയും ആകുന്നത് പോലെ ഒന്ന് നമുക്ക് ആദ്യം മിക്സ് ചെയ്തെടുക്കാം. ഇതിനെ നമുക്ക് ഓരോ സ്ഥലത്തും ഓരോ പേരാണ് പറയുന്നത്. പൂവട, മടക്കട, മടക്കുപൂരി എന്ന പേരിലൊക്കെയാണ് ഇത് അറിയപ്പെടുന്നത്. ഞങ്ങളുടെ ഇവിടെ അറിയപ്പെടുന്നത് മടക്കട എന്നാണ്. ഇത് നമ്മളിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ഈ നെയ്യിൻ്റെ പാകം അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു പരുവമാണ്. അതിനുശേഷം നമുക്ക് ഇളം ചൂട് വെള്ളത്തിലാണ് നമുക്കിത് കുഴച്ചെടുക്കേണ്ടത്. നമുക്ക് കുഴയ്ക്കാൻ പറ്റുന്ന പാകത്തിനുള്ള ഒരു ഇളം ചൂടുവെള്ളത്തിൽ നമുക്ക് ഈ മിക്സ് നന്നായിട്ട് ഒരു ചപ്പാത്തി കുഴയ്ക്കുന്ന ഒരു പരുവത്തിൽ നമുക്ക് കുഴച്ച് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇതാണ് നമുക്ക് ബേസായിട്ട് വേണ്ടത്. നമ്മുടെ ഡൗ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ലൂസൊന്നുമല്ല, ചപ്പാത്തിയുടെ ഒരു പരുവത്തിന് നമ്മൾ കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ആ നേരം കൊണ്ട് നമുക്ക് അതിനുള്ള ഫില്ലിങ് റെഡിയാക്കാം. 1/2 കപ്പ് വെല്ലം ചിരകിയതാണ്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ പാവം പോലെ ആക്കാൻ വെച്ചിട്ടുണ്ട്. അതിൽ കല്ല് വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് അരിച്ചു മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പാവാക്കുന്നത്. ആ സമയത്ത് നമുക്ക് ഇപ്പുറത്ത് ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം നമുക്ക് വറുത്തെടുക്കാം. തേങ്ങയും ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഒന്ന് വറുത്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യ് താല്പര്യമില്ലാത്തവർക്കാണെങ്കിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോൾ നമ്മൾ ബേസ് ഉണ്ടാക്കിയപ്പോൾ ഇട്ട നെയ്യും ഒഴിവാക്കാവുന്നതാണ് വേണമെങ്കിൽ. ഞാനൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് നെയ്യ് ആഡ് ചെയ്തിട്ടുള്ളത്. നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അത് നമുക്ക് വറുത്ത് കോരാം. ഇതിലേക്ക് നമുക്ക് മുന്തിരിയും കൂടി ഒന്നിട്ട് വറുത്തെടുക്കാം. നമ്മുടെ മുന്തിരിയും ആയിട്ടുണ്ട്. അത് നമുക്ക് വറുത്ത് കോരാം. ഇതേ പാനിലേക്ക് തന്നെ നമുക്ക് തേങ്ങ ഇട്ടൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്താൽ മതി. ജസ്റ്റ് ഒന്ന് പച്ചമണം മാറുന്ന പോലുള്ളവർ ഫ്രൈ ചെയ്താൽ മതി. നല്ലോണം ബ്രൗൺ കളറൊന്നും ആവണ്ട. നമ്മുടെ വെല്ലം പാവ് നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് അരിച്ചു മാറ്റി വയ്ക്കാം. നമ്മുടെ തേങ്ങ ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് അരിച്ചു വെച്ച വെല്ലപ്പാവ് ഈ പാത്രത്തിലേക്ക് തന്നെ മിക്സ് ചെയ്യാം. നമ്മുടെ ഈ കൂട്ടുകളെല്ലാം കൂടി മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വെല്ലപ്പാവ് ഒന്ന് ജസ്റ്റ് കുറുകിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ, ഈ തേങ്ങ ഞാൻ ചിരകിയിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടുണ്ട്. പൊടി പൊടിയായി കിട്ടാൻ വേണ്ടിയിട്ട്. പൊടി പൊടിയായി ചിരകിയാലും മതി.
നമ്മൾ വെല്ലവും തേങ്ങയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച നട്ട്സ് ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തിട്ടുണ്ട്. ക്രഷ് ചെയ്തിട്ട് അതും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ ഡേറ്റ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്, അതും ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് ഇളക്കിയെടുക്കുക. ഡേറ്റ്സ് മുറിച്ചിട്ടുള്ളതാണ്, അതും കൂടി നന്നായിട്ടിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഈ ഓഫാക്കുന്നതിന് തൊട്ട് മുന്നായിട്ട് നമ്മൾ ജസ്റ്റ് ഒരു നുള്ള് ഏലക്കാപ്പൊടി, ഇഷ്ടമില്ലാത്തവർക്ക് ചേർക്കണ്ട, ഞാനൊരു തുണ്ട് ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് തീ ഓഫാക്കും. അപ്പം നമ്മുടെ മടക്കടയ്ക്കുള്ള ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഈ ഏലക്കാപ്പൊടി ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഓൾറെഡി നമ്മളത് നെയ്യിൽ വറുത്തെടുക്കുന്നതുകൊണ്ട് ഇതിങ്ങനെ മിക്സ് ആകുമ്പോൾ തന്നെ നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫില്ലിങ്, മടക്കടയ്ക്കുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കാൻ നോക്കാം. നമ്മുടെ മാവ് ഇവിടെ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ സമയമില്ലാത്തവർക്കാണെങ്കിൽ നമുക്ക് അപ്പം തന്നെ ഉണ്ടാക്കാം, അരമണിക്കൂർ നിർബന്ധമൊന്നുമല്ല. ഇത് നല്ല ചെറിയ ചെറിയ ബോളാക്കിയിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം. രണ്ട് പോർഷനാക്കിയിട്ട് നമ്മളിങ്ങനെ ചെറിയ ചെറിയ ബോളുകളാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നെടുത്ത് പരത്തിയെടുക്കാം. പൊടി ഇടാതെ തന്നെ, നമ്മളിത് നെയ്യിൽ കുഴച്ചിട്ടുള്ളത് കൊണ്ട് പൊടി ഇടാതെ തന്നെ നമുക്ക് സുഖമായിട്ട് പരത്താൻ കിട്ടും. ഒരു പൂരിയുടെ ഒക്കെ ഒരു കനത്തിൽ നമുക്കിത് പരത്തിയെടുക്കാം. നമ്മൾ ഈ ഒരു ഷേപ്പിൽ പരത്തിയിട്ടുണ്ട്. ഈ ഒരു കനവും ഉണ്ട്, അത്യാവശ്യം തീരെ കനം കുറവല്ല. ഈ ഒരു കനത്തിൽ പരത്തിയിട്ട് നമ്മളിതിൻ്റെ ഒരു സൈഡിൽ ഫില്ലിങ് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇതിങ്ങനെ പിരിച്ച് പിരിച്ച് വയ്ക്കുക. ഇതുപോലെ നമുക്കെല്ലാം ചെയ്തെടുക്കാം. വേറെ രീതിയും കൂടിയാണ് ഞാൻ കാണിക്കുന്നത്. ഇങ്ങനത്തെ വല്ല മോൾഡ് ഉണ്ട് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് ജസ്റ്റ് ഇതൊന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഫില്ലിങ് നിറയ്ക്കാം. ഫില്ലിങ് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ സൈഡിൽ ജസ്റ്റ് ഒന്ന് വെള്ളം വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. മടക്കട എല്ലാം നമ്മൾ ഫില്ല് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുക മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. അപ്പോൾ സമയമില്ലാത്തവർക്കൊക്കെ ആണെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ മെനക്കെട്ടാൽ മതി. നമുക്ക് പിന്നെ ഫ്രീസറിൽ വെച്ച് നമുക്കത് ആവശ്യത്തിന് പൊരിച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്കൊന്ന് വറുത്തെടുത്തിട്ട് വന്നാലോ. പാൻ ചൂടായ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് വറുക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഓയിലിൽ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓരോന്നോരോന്നിട്ട് വറുത്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. നമ്മുടെ അപ്പം ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഒരു ഗോൾഡൻ മെറൂൺ കളർ ആകുമ്പോൾ നമ്മൾ എടുത്തു മാറ്റുകയാണ്. ഇതുപോലെ ബാക്കിയെല്ലാം നമുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള സിമ്പിളായിട്ടുള്ള മടക്കട റെഡി ആയിട്ടുണ്ട്. ഇത് ചെയ്തെടുക്കാൻ വളരെ ഈസിയാണ്. അപ്പോൾ നമുക്ക് ജോലിക്കാർക്കൊക്കെ ആണെങ്കിലും
ഒരു ദിവസം മെനക്കെട്ട് ഇത് ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈവനിങ് സ്നാക്കായിട്ട് പിള്ളേർക്ക് കൊടുക്കാനും വറുത്തെടുക്കാൻ വളരെ ഈസി ആയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യുകയും ചെയ്യാം. ഫ്രീസറിൽ വെച്ചാൽ മതി. നമുക്ക് അത്യാവശ്യം നല്ലോണം ദിവസങ്ങൾ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.